നമസ്കാരം. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ CPM നേതാവിനെതിരെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രമോദ് കൊട്ടൂളിയാണ് ഈ കോഴ വാങ്ങിയത് എന്നുള്ളതാണ് വിവരം. ഇയാളെ CPM CITU ഭാരവാഹിത്വങ്ങളിൽ നിന്നൊക്കെ നീക്കം ചെയ്യാൻ പോവുകയാണ്. ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ CPM 4 അംഗ കമ്മീഷനെ നിയമിച്ചിരുന്നു. ഹോമിയോ ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളാണ് ഈ PSC അംഗത്വത്തിന് പ്രമോദ് 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത് എന്ന് പരാതിപ്പെടുകയും ചെയ്തിരുന്നത്. വനിതാ ഡോക്ടർക്കായിട്ട് ഭർത്താവാണ് ഈ തുക നൽകിയത് പോലും. അതായത് 20 ലക്ഷം രൂപ അംഗത്വത്തിനും 2 ലക്ഷം രൂപ മറ്റ് ചെലവുകൾക്കുമാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയതെന്നാണ് പറയപ്പെടുന്നത്. 60 ലക്ഷം രൂപ നൽകിയാൽ PSC അംഗത്വം നൽകാമെന്നായിരുന്നു പ്രമോദിൻ്റെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയപ്പെടുന്നത്. പണം വാങ്ങിയ ശേഷം അംഗത്വം ലഭിച്ചില്ല. പിന്നാലെ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തുവെങ്കിലും അതും നടന്നില്ല. ഇതോടെയാണ് ഇയാൾക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് ആദ്യമായിട്ട് പരാതി ലഭിക്കുന്നത്. സാമ്പത്തിക ഇടപാട് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം പാർട്ടി നൽകുകയും ചെയ്തു. ഈ പാർട്ടിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ പല ഉന്നത ഇടത് നേതാക്കളുമായും അടുത്ത ബന്ധമുള്ളയാളാണ് ഈ പ്രമോദ് എന്ന് പറയപ്പെടുന്നത്. CITU നേതാക്കൾ അടക്കമുള്ള 4 അംഗ പാനലാണ് ഇപ്പോൾ സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാങ്ങിയ പണം പ്രമോദ് ഇതുവരെ മടക്കി നൽകിയിട്ടുമില്ല. കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പാർട്ടിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പാർട്ടിക്ക് വേണ്ടി കത്ത് നൽകുകയൊക്കെ ചെയ്തത്. മന്ത്രി മുഹമ്മദ് റിയാസ് കൂടാതെ എളമരം കരീം, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P മോഹനൻ, കൂടാതെ MLA മാരായിട്ടുള്ള സച്ചിൻ ദേവും, തോട്ടത്തിൽ രവീന്ദ്രൻ, ആരോഗ്യമന്ത്രിയുടെ PA തുടങ്ങിയവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ യുവ നേതാവ് കോഴ വാങ്ങി എന്നുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നത്. വിഷയത്തിൽ നടപടിക്കായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ചെയ്തത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? വീണ്ടും ചീത്തപ്പേര് വാങ്ങിച്ചു കൂട്ടുകയാണ് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തിരുത്തൽ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് CPMനെ വീണ്ടും ഇതാ പ്രതിരോധത്തിലാക്കുന്നത് യുവ നേതാവിൻ്റെ വൻ കോഴ ആരോപണം. PSC അംഗത്തിന് 22 ലക്ഷം രൂപ കൈക്കൂലി പറ്റി എന്നാണ് പറയപ്പെടുന്നത്. CPMനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് ആണ് PSC വിവാദമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതിന് നിജസ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കോഴിക്കോട്ടെ യുവജന നേതാവായിട്ടുള്ള പ്രമോദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 60 ലക്ഷം രൂപ നൽകാനൊരു ധാരണ ഉണ്ടാവുകയും ഇതിൽ 22 ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്യുകയായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ സംസ്ഥാന നേതൃത്വം രഹസ്യമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിൻ്റെ കള്ളക്കളി പുറത്തു വരികയും ചെയ്തത്. ഈ ഏരിയ സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നേതാവിനെതിരെ അതാണ് ആരോപണം ഉണ്ടായത്. പക്ഷേ ആ ആരോപണങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ആ ആരോപണത്തിൽ പെട്ടിട്ടുള്ള ആൾ ആരാണോ അവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുകയും ആ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും പ്രമോദ് കൂട്ടാളി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും ആ വ്യക്തി കാരണമാണ് അതിൽ മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്, എളമരം കരീമിൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ പല നേതാക്കളുടെയും പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. റിയാസിൽ നിന്ന് അംഗീകാരം വാങ്ങി നൽകുമെന്നൊക്കെ വിശ്വസിപ്പിച്ചാണ് ഇക്കാര്യത്തിൽ നിലപാടുകളിലേക്ക് ഈ പ്രമോദ് പോയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് പലപ്പോഴും ആൾക്കാർ പെട്ടുപോകുന്നത്. പണം നൽകിയിട്ടും PSC അംഗമായില്ല എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് ആയുഷ് വകുപ്പിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥാനമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് വീണ്ടും ഇദ്ദേഹം ഈ പണം നൽകിയ ആൾക്കാരെ വിശ്വസിപ്പിക്കുകയാണ്. അതും നടന്നില്ല. ഇതോടുകൂടിയാണ് തട്ടിപ്പിനിരയായിട്ടുള്ള ആൾക്കാർ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാൻ തീരുമാനിച്ചതും പരാതിയിലേക്ക് പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നതും. ഇങ്ങനെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ശബ്ദ സന്ദേശം അടക്കമുള്ളവ പാർട്ടിക്ക് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതീവ രഹസ്യമായിട്ടാണ് പരാതി കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. PSC അംഗത്വം പോലുള്ള കാര്യം ഒരു ഏരിയ സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നേതാവിന് കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അതിനാൽ ഒന്നുകിൽ ഈ ഇടപാടിന് പിന്നിൽ മറ്റു നേതാക്കളുടെ ആരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി മാത്രം കളവായിട്ടുള്ള വാഗ്ദാനം നൽകിയതാണോ? പണം നൽകിയ വ്യക്തി CPMുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഇത്തരമൊരു ആളിൽ നിന്നും പണം വാങ്ങിയത് എന്ന് CPM നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ആരോപണം, ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നിട്ടുണ്ട്. കാരണം അവരങ്ങനെ പണം വാങ്ങി ചെയ്യുന്നു. പക്ഷേ CPMനെ വെട്ടിലാക്കുന്ന തരത്തിൽ കോഴ ആരോപണം ഇതാദ്യമായിട്ടാണ് ഉയരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേസമയം ഇതൊന്നും തനിക്ക് അറിയില്ല എന്നാണ് മന്ത്രി റിയാസ് പ്രതികരിച്ചത്. കാരണം പരാതിക്കാരനായിട്ടുള്ള ഡോക്ടറെയും യുവ നേതാവിനെയൊക്കെ വിളിച്ചു വരുത്തി ചില ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പണം തിരികെ കൊടുക്കുവാൻ നീക്കം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ സംഭവം പുറത്തായത്. സംഭവം പുറത്തായതോടുകൂടി CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി അക്ഷരാർത്ഥത്തിൽ നാറി ആ അവസ്ഥയായി. കാരണം PSCയിൽ ഒരു അംഗത്വം വേണമെങ്കിൽ 60 ലക്ഷം രൂപ കൊടുത്താൽ CPMൻ്റെ ഒരു നേതാവ് വിചാരിച്ചാൽ നടക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് തരംതാണു പോകുന്നുണ്ടോ ഈ പാർട്ടി എന്നുള്ളതാണ്. പാർട്ടിയും പാർട്ടിക്കാരും ഒക്കെ ഇത്തരത്തിലായിപ്പോയി കഴിഞ്ഞാൽ ജനപിന്തുണ തീരെയില്ലാത്തൊരു പ്രസ്ഥാനമായി ഇപ്പോൾ CPM മാറിക്കഴിഞ്ഞു. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതാണല്ലോ. കാരണം ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറയപ്പെടുന്നത്. അതെന്നും മനസ്സിലാക്കാത്ത ഒരാൾ എന്ന് പറയപ്പെടുന്നത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കിയില്ല എന്ന് പറയുന്ന ഒരാൾ പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ്റെ മൗനാനുവാദങ്ങൾ പലതിനും പലപ്പോഴും
കാര്യകാരണങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ PSCയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകൾ വല്ലാത്ത അവമതിപ്പ് പാർട്ടിക്കുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി ഇനിയും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ ആരോപണങ്ങൾ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടുകയും അദ്ദേഹത്തിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരാളെ പുറത്താക്കിയത് കൊണ്ട് തീരാവുന്ന പ്രശ്നമാണോ? പാർട്ടിയിലേക്ക് 60 ലക്ഷം രൂപ കിട്ടിയാൽ PSC അംഗത്വം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മറ്റു പാർട്ടികളെ പോലെ, കാരണം മറ്റ് ഭരണത്തിലിരുന്ന പാർട്ടികളുണ്ടല്ലോ, പല പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ള പാർട്ടികളിൽ പെട്ടവരെ പോലെ CPM മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണിത്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്, CPMൻ്റെ മുഖം മാറുന്നു, CPMൻ്റെ രീതികൾ മാറുന്നു. തൊഴിലാളി പ്രസ്ഥാനമായിരുന്ന ആ പ്രസ്ഥാനം അവരിൽ നിന്ന് വളരെ അകലം പാലിക്കുന്നു. ഇപ്പോൾ ബൂർഷ്വാസികളെ ആക്രമിച്ചു കൊണ്ടിരുന്നവർ അല്ലെങ്കിൽ ബൂർഷ്വാസികളെന്ന് വിളിച്ചിരുന്ന ആൾക്കാരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനാണ് CPMന് ഇഷ്ടമെന്നുള്ളതാണ്. CPMൻ്റെ പല മുതിർന്ന നേതാക്കളും പലതരത്തിലുള്ള വമ്പൻ ബിസിനസ്സുകാരുമായിട്ടും ഇടപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി തരംതാണു പോകുന്നു. പാർട്ടിയുടെ നിലപാടുകളൊക്കെ പാടെ മാറുന്നു. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ വിവാദവും പാർട്ടിയുടെ അടിവേരറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഴിമതി എത്ര നാൾ മൂടിവെക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നു. ഇനിയിപ്പോൾ ഇതൊരു തുടക്കമായിരിക്കാം, ഒപ്പം തന്നെ പിണറായി വിജയൻ്റെ കൗണ്ട് ഡൗണും ആരംഭിക്കുന്നതാണ്.